ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് രാജ്യത്തൊരു ഭാവി. ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് പകരം ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് ജനങ്ങൾ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്. ഈ ഗവൺമെൻറ് ഒരു ഗവൺമെൻറ്റിനെ കൊണ്ട് നമുക്ക് സാധാരണ ജനങ്ങൾക്ക് എന്തായാലും ഗുണം ഉണ്ടാവേണ്ട എന്താ, നമുക്ക് ഏത് അപകടത്തിലും നമ്മളെ സഹായിക്കാൻ ഒരു കൈയുണ്ട് എന്നൊരു ബോധം വേണം. അതാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. നമുക്ക് ഏത് അവസരത്തിലും നമുക്ക് ഗവൺമെൻറ് ഒരു സംരക്ഷണ വലയമാണ് ഗവൺമെൻറ്. ഇപ്പോൾ ഇവിടെ നിപ്പ വന്ന്, ഓക്കി വന്ന്, പ്രളയം വന്ന്, കോവിഡ് വന്ന്, ഇവിടെ രക്ഷകരെന്ന രീതിയിൽ ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നില്ലേ? ഗവൺമെൻറ് പരിമിതികൾക്കെല്ലാം അകത്തു നിന്നും പുറത്തു നിന്നും എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനം നടത്തിയ ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. ആ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തിനൊരു പകരം സംവിധാനമാണെന്നാണ്. കാരണം പകരം സംവിധാനം ഇവിടെ വേണ്ടത്. ആ പകരം സംവിധാനത്തിന് വേണ്ടിയാണ് നമ്മുടെ രാജ്യം പരിശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു വെളിച്ചമുള്ളത് ഈ കേരളത്തിന്. എന്നും കേരളമായിരുന്നു ഇന്ത്യക്കൊരു വഴികാട്ടി. അപ്പോൾ ഇത്തവണയും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ക്രൂഷ്യലാണ്. ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് വെറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന പേരിൽ മാത്രം ഒതുങ്ങില്ല. മതേതര മുന്നണി എന്ന് പറയുന്ന ഇന്ത്യക്ക് ഇനി പ്രതീക്ഷ മുഴുവനും മതേതരത്വമാണ്. നമ്മളെല്ലാം ഒരുപോലെ ജീവിക്കുന്ന ആളുകളല്ലേ? കേരളത്തിലെ ആളുകളെക്കുറിച്ച് പഴയ കാലത്തെ പറഞ്ഞത് എന്താ? ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി. എന്താ പ്രത്യേകത? എന്താ? നമ്മൾ തമ്മിൽ ജാതി മത വ്യത്യാസത്തിൻ്റെ പേരിൽ തമ്മിലടിയിലെല്ലാം ഉണ്ടോ? രാജ്യത്ത് പല ഭാഗത്തും മനുഷ്യൻ മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ മനുഷ്യനെ ആക്രമിക്കുമ്പോൾ അതിന് കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഭരണാധികാരി ഉള്ളപ്പം ഇവിടെ അങ്ങനെ നടക്കുമോ? നമ്മളെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമെല്ലാം ഇവിടെ ഒരു കുടുംബത്തിലെ മക്കളെ പോലെ. ഓണമായാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നതല്ലേ? സമീപകാലങ്ങളിൽ അതിൽ മാറ്റം വന്നിട്ടില്ലേ? ആ മാറ്റമല്ലേ പറയുന്നത്? പറ്റില്ലെന്ന് നമ്മൾ പറയുന്നതല്ലേ? ആ മാറ്റത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ജാഗ്രതപ്പെടേണ്ട സമയമാണിത്. നമ്മളെ കേരളത്തെ പോലും ആ വഴിയിലേക്ക് കൊണ്ടുപോകാനുള്ള ചില ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിൽ നമ്മൾ ജാഗ്രതപ്പെടണ്ടേ? കാരണം നമ്മളൊരു കുടുംബം അങ്ങനെയല്ലേ? ഇപ്പം നമ്മളൊക്കെ വന്നത് മലബാറിൽ നിന്നാണല്ലോ വന്നത്. മലബാർ എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സ്ഥലമാണ്. പഴയ കാലത്തെ അന്ന് ബ്രിട്ടീഷ് മലബാറായിരുന്നല്ലോ. അന്ന് ആ ബ്രിട്ടീഷ് മലബാറിൽ ഉള്ള കാലത്ത് ഏറ്റവും കൂടുതൽ പ്രത്യേകതകളോടെ വന്നൊരു നാടായി മലബാർ. അപ്പോൾ ആ മലബാറിൻ്റെ പോരാട്ട വീര്യം, മലബാറിൻ്റെ പാരമ്പര്യം, മലബാറിൻ്റെ നന്മ, ആ നന്മ കേരളത്തിലാകെ വ്യാപിച്ചു. തിരുവിതാംകൂറിൻ്റെ ഈ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ശക്തമായ പോരാട്ടം, നിങ്ങൾ വഴി നടക്കാൻ കഴിയാത്ത നാടായിരുന്നില്ല ഇത്. ഇന്നും നമുക്ക് അടയാളങ്ങളുണ്ടല്ലോ. ചാന്നാൻ റോഡ് അടയാളമുണ്ടല്ലോ. പഴയ കാലത്ത് മൂലക്കരമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. എത്ര നീചമായിരുന്നു ഇവിടെ. ആ നാട്ടിൽ നിന്ന് മാറിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതിന് പിന്നിൽ നടന്ന സമരങ്ങൾ, ആ സമരങ്ങൾ നമുക്ക് മറക്കാനാവാത്ത ഒരാളുകൾ, ഒരുപാട് മനുഷ്യർ ജീവൻ കൊടുത്തു. അവർ ജീവൻ കൊടുത്ത് അവർക്ക് വേണ്ടിയാണോ? അല്ലല്ലോ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നതിൻ്റെ പ്രധാനം എന്താ? അർപ്പിത മനസ്സുള്ള ഒരാൾ, അതാ കമ്മ്യൂണിസ്റ്റ്. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് മുന്നണിയുടെ ഒരു LDF മുന്നണിയുടെ ഒരു നമുക്ക് വലിയ പ്രതീക്ഷയുള്ള തെരഞ്ഞെടുപ്പിൽ. കാരണം രാജ്യത്തിലെ ജനങ്ങൾ പൊതുവിൽ ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് കാരണക്കാരായ ഭരണാധികാരികൾ, ആ ദുരിതങ്ങൾ ആളുകൾ തന്നെ, ഭരണാധികാരികൾ തന്നെ ഇപ്പോൾ പറയുന്നത് എന്താ പറഞ്ഞാൽ, മതത്തിൻ്റെ പേരിൽ മനുഷ്യൻ്റെ ഭിന്നിപ്പിച്ച ആ ദുരിതത്തിൽ നിന്ന് മനുഷ്യൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുക. ഇതുപോലെ ക്രൂരമായ ഫാസിസ്റ്റ് രീതിയിൽ ഭരിച്ചൊരു ഭരണാധികാരി ഉണ്ടായിട്ടില്ല. ആ ഭരണാധികാരി മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മലയാളം എന്താ പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതം തന്നെ ദുസ്സഹമാക്കിയിരിക്കുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളം. അപ്പോൾ ഇന്ത്യൻ ഭരണാധികാരി വർഗത്തിനെതിരായി ശക്തമായ ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ കേരളത്തിൽ. അതുകൊണ്ട് ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചേ മതിയാവും. 20 സീറ്റും നമ്മൾ ജയിക്കാനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്. കാരണം ജനങ്ങൾക്ക് ആ കാര്യം പൂർണ്ണമായ ബോധ്യമാണ്. മതനിരപേക്ഷത ഇന്ത്യയിൽ കാത്തുസൂക്ഷിക്കുന്ന ഒരു സർക്കാർ കേരളത്തിലുണ്ട്. എന്നാൽ ഇവിടെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട കക്ഷിയായ കോൺഗ്രസ്, കേരളത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് കാണിക്കുന്നത് ഇരട്ടത്താപ്പാണ്. കോൺഗ്രസ്സിന് ഒരിക്കലും മതനിരപേക്ഷത
ശരിക്കും പാലിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. അവർ ചാഞ്ചാട്ടത്തിൻ്റെ വഴിയിലേക്കാണ് പോകുന്നതെന്നുള്ള ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ നാട്ടിൽ രാജ്യത്ത് BJP പകരമായി കേരളത്തിൻ്റെ പ്രതിനിധികളായി 20 പാർലമെൻറ്റ് മെമ്പർമാർ രാജ്യത്തിലെത്തുമ്പോൾ ആ 20 പേർ നമ്മുടെ രാജ്യത്തിന് മതേതര പ്രസ്ഥാനത്തിന് ശക്തി പകരുന്ന ആളുകളായിരിക്കണമെന്ന് ജനങ്ങൾ കണക്കുകൂട്ടുന്നുണ്ട്. അതിനു വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം വിജയിപ്പിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരുമെന്നാണ് പൂർണ്ണ പ്രതീക്ഷ.